എല്ലാവർക്കും നമസ്കാരം. പൊടിക്കൊച്ചിൻ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അതെ, ഒരു ബഡ്ജറ്റബിൾ വീട് ചോദിച്ചിട്ട് എല്ലാവരും വിളിക്കാറുണ്ട്. അപ്പോൾ ആ വിളിച്ചതിൻ്റെ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസാണ് കേട്ടോ. അപ്പോൾ എറണാകുളം ജില്ലയിൽ നമ്മുടെ ചോറ്റാനിക്കര പഞ്ചായത്തിൽ ചോറ്റാനിക്കര എരിവേലി എന്ന് പറയും. എരിവേലി ജംഗ്ഷനിൽ നിന്ന് ഒരു 1.5 കിലോമീറ്റർ മാറിക്കഴിഞ്ഞാൽ നമുക്ക് 2 ബഡ്ജറ്റബിൾ വീട് വന്നിട്ടുണ്ട് കേട്ടോ. ഒറ്റ സ്റ്റോറി ആയിട്ട് വരുന്ന വീടുകളാണ്. നല്ല മനോഹരമായിട്ടുള്ള വീടാണ്, ബഡ്ജറ്റബിൾ റേറ്റ് ആണ്. അതിന് മുന്നേ വീടിൻ്റെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടിട്ട് വന്നോട്ടാ. കാരണം അണ്ടർ കൺസ്ട്രക്ഷൻ ആണ്. ഇപ്പോൾ ഉള്ള കാഴ്ചകൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ കാണുന്ന വീടിൻ്റെ ഡീറ്റെയിൽസ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ ഈ നിൽക്കുന്ന വീട് 4.5 സെൻറ്റ് സ്ഥലം, അതോടൊപ്പം തന്നെ തൊട്ടപ്പുറത്ത് തന്നെ നമുക്ക് ടാർ റോഡ് ഫേസ് ചെയ്ത് അടുത്ത നമുക്കൊരു വീടും കൂടി വരുന്നുണ്ട്. അത് 4 സെൻറ്റ് സ്ഥലമാണ്. ഈ 4 സെൻറ്റ് സ്ഥലത്തിൽ 1040 സ്ക്വയർ ഫീറ്റിലാണ് വരുന്നത്. വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് എന്ന് പറയുന്നത് 3 ബെഡ്റൂം വരുന്നുണ്ട്. അതോടൊപ്പം തന്നെ അത്യാവശ്യം നല്ലൊരു കാർ പാർക്കിംഗ് സ്പേസ്, പിന്നെ പൈപ്പ് കണക്ഷൻ വേണമെങ്കിൽ നമുക്ക് എടുക്കാം. വെൽ വാട്ടർ സൗകര്യം കൂടി വരുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രൊജക്റ്റാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 38 ലക്ഷം രൂപയാണ് നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ്. ഇപ്പോൾ 2 വീട് വന്നിട്ടുണ്ട് കേട്ടോ. ഓൾമോസ്റ്റ് സ്ക്വയർ ഫീറ്റും ബെഡ്റൂംസ് എല്ലാം സെയിം ആയിട്ട് വരുന്നത്. സെൻറ്റിൽ മാത്രമാണ് വ്യത്യാസമുള്ളത് കേട്ടോ. നമ്മൾ ആസ്ക് ചെയ്യുന്ന പ്രൈസ് 38 ലക്ഷം രൂപയാണ്. ബാങ്ക് ലോണും അവൈലബിൾ ആണ്. അപ്പോൾ ഇപ്പോൾ നിലവിൽ നിങ്ങൾക്ക് നമ്മുടെ ഒരു വർക്കും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വിലയിരുത്താൻ പറ്റുന്ന സമയം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാനിപ്പോൾ അണ്ടർ കൺസ്ട്രക്ഷൻ ടൈമിലാണെങ്കിൽ പോലും ഈ വീട് ഇതിനകത്ത് ഇപ്പോൾ ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ എത്രയും പെട്ടെന്ന് സൈറ്റ് വിസിറ്റ് തന്നെ വിളിച്ചോ കേട്ടോ. അതോടൊപ്പം തന്നെ പൊടിക്കൊച്ചിൻ പ്രോപ്പർട്ടീസിൻ്റെ പുതിയ വീഡിയോസും അപ്ഡേറ്റ്സൊക്കെ അറിയാനായിട്ട് ഡയറക്റ്റ്ലി എൻ്റെ നമ്പറിൽ എല്ലാവരും വിളിക്കാവുന്നതാണ്. അതോടൊപ്പം തന്നെ എൻ്റെ ചാനലൊന്നും എല്ലാവരും സബ്സ്ക്രൈബും കൂടി ചെയ്യണം. എല്ലാവരും സപ്പോർട്ട് കൂടി വേണം കേട്ടോ. ഓക്കെ.